ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പരിചയമില്ലാത്ത നമ്പറാണല്ലോ. ആരാ ഈ നേരത്തെ വിളിക്കാൻ? ഇനി നേരത്തെ വിളിച്ച വർക്ക്ഷോപ്പുകാരായിരിക്കൂ. ഹലോ ഹലോ മാധവേട്ട. ചന്ദ്രുവാണോ? നീ ഏത് നമ്പറിൽ നിന്നായി വിളിക്കുന്നേ? നിന്റെ ഫോണിന് എന്ത് പറ്റി? അത് പിന്നെ എന്റെ ഫോൺ തറ വീണ് പൊട്ടിപ്പോയി. ഇത് പിന്നെ ആരുടെ ഫോൺ നമ്പരാ? സുചിത്രയുടെ അമ്മ ജഗതയ്ക്കൊപ്പം അടുത്ത വീട്ടിൽ ജോലി ചെയ്യുന്ന പെൺകുട്ടി മീനാക്ഷി, അവളുടെ ഫോണിൽ നിന്നാ വിളിക്കുന്നത്. എന്താ ചന്ദ്രു, എന്തിനാ ആ കുട്ടിയെ ബുദ്ധിമുട്ടിക്കുന്നത്? മനോജിന്റെ ഹരിതയുടെ ഫോണിൽ നിന്ന് വിളിച്ചാ പോരായിരുന്നോ? അത് പിന്നെ അവര് രണ്ടുപേരും നല്ല ഉറക്കത്തില്ല, ശല്യപ്പെടുത്തണ്ടെന്ന് കരുതിയിട്ടാ. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയുമോ ചന്ദ്രുവിന്? അറിയണമല്ലോ, നമ്മുടെ വിവാഹ ദിവസം മറക്കാൻ പറ്റുമോ? വിവാഹ ദിവസം മാത്രമല്ല, നമ്മൾ ആദ്യമായി കണ്ട ദിവസവും ഇന്ന് തന്നെ. രണ്ടും ഒരേ ദിവസം. എന്തൊക്കെ മറന്നാലും ആ ദിവസത്തിന്റെ ഓർമ്മ തിളക്കം അതൊരിക്കലും മായില്ല. അല്ലേ ചന്ദ്രൻ? മാധവേട്ടന്റെ ശബ്ദത്തിന് പെട്ടെന്നൊരു ചെറുപ്പം വന്നതുപോലെ. ആ, ഈ പറയുന്ന ആൾക്കും മധുര17ന്റെ കിളിമൊഴി തന്നെ. എല്ലാ വിവാഹ വാർഷികത്തിനും നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നു. ആദ്യമായിട്ട് നമ്മൾ വേർപിരിഞ്ഞു കഴിയുന്നു. അതുകൊണ്ടെന്താ ഇന്നും വെറുതെ ഓർമ്മകൾ വയവിറക്കി രണ്ടിടത്തായി കഴിയണമെന്നാണോ? നടക്കില്ല. ഉടനെ ചന്ദ്രിയെ കാണാൻ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. ഇങ്ങോട്ട് വരുന്നുണ്ടെന്നോ? നമ്മൾ രണ്ടാൾക്കും കൂടി പഴയതുപോലൊന്ന് ചുറ്റിക്കറങ്ങണം. എന്നിട്ട് രണ്ടാൾക്കും മാത്രമായി നമ്മുടേതായ ഒരു ലോകം സൃഷ്ടിക്കണം. എന്നുവെച്ചാ നമ്മൾ മാത്രം പങ്കെടുക്കുന്ന ഒരു വിവാഹ വാർഷികം. ചന്ദ്രു, എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട്, നമുക്ക് നമ്മൾ മാത്രം മതിയായിരുന്നു. അതെ ചന്ദ്രു, നമ്മളെ പരസ്പരം പിരിക്കാനായിരുന്നുവെങ്കിൽ എന്റെ ചന്ദ്രു പ്രസവിക്കണ്ടായിരുന്നു. മാധവേട്ട, എന്താ ഇങ്ങനെയൊക്കെ? ചിലപ്പോഴൊക്കെ മാധവൻ ഇങ്ങനെയാ. നീ ഇല്ലാതെ, നിന്നെ കാണാതെ പറ്റുന്നില്ല എനിക്ക്. അതൊക്കെ വിട്ടേക്ക്. എനിക്ക് എന്റെ ചന്ദ്രുവിനെ കാണാൻ കൊതിയായി. ഞാൻ അങ്ങോട്ട് വരാൻ പോവാ. നീ ഫോൺ വെച്ചോ. മാധവേട്ട, അത് മാധവേട്ട, മാധവേട്ട. ഈശ്വര, കട്ടാക്കി. മാധവേട്ടൻ ഇപ്പൊ ഇങ്ങോട്ട് വന്ന അയ്യോ, ഇവിടെ എന്താകും? മാനത്തെ കൊട്ടാ